തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു വാർഡിൽ കോൺഗ്രസിൻ്റെ ഒരു മിന്നും താരമുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ. മുട്ടട കേരളം മുഴുവൻ ഇപ്പോൾ അറിയപ്പെടും. അതുപോലെ മുട്ടടയിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് നിയമത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ മുട്ടടയിൽ നടത്തിയ പ്രകടനം നിയമത്തും ഏൽക്കുമെന്നുള്ളതാണ്. നടക്കൂ. വൈഷ്ണയുടെ ഒരു പ്ലസ് പോയിന്റ് അതാണ്. മുട്ടട ഒരു CPM-ന്റെ കുത്തക വാർഡാണ്. ഏതാണ്ട് 10-40 വർഷമായിട്ട് CPM കയ്യിൽ വെച്ചിരിക്കുന്ന പല മേയർമാരടക്കം മുട്ടടയിൽ നിന്ന് ജയിച്ചാണ് ചന്ദ്രിക പോലുള്ളവരൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ തോറ്റുപോയ അംശു വാമദേവൻ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിന് അവിടെ വിജയിച്ചതാണ്. ഇത്തവണയും അദ്ദേഹം ജയിക്കുമെന്ന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. പക്ഷേ അംശു വാമദേവനല്ല, അദ്ദേഹം കേശവാസുരൻ അവിടുന്ന് നല്ല ഭൂരിപക്ഷത്തിലേക്കാണ്. ഇവിടെയും അതുപോലെ തന്നെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കടന്നു വന്നതാണ്. എന്നിട്ടും മുട്ടടയിൽ മുട്ടിടിച്ചു എന്ന് പറയുന്നത് വൈഷ്ണയുടെ ഒരു ശക്തി തന്നെയാണ്. അത് വൈഷ്ണയ്ക്ക് നേടിക്കൊടുത്തതും CPM തന്നെയാണ്. കാരണം അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നിഷ്കരണം പുറത്താക്കിയപ്പോൾ ആര്യ രാജേന്ദ്രൻ മറ്റൊരു ഗുണം കൂടെ ചെയ്തു. കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റും കൂടെ CPM-ന് കുറച്ച് കോൺഗ്രസിനുണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് വൈഷ്ണയ്ക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യുവ താരമായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലെ വാർഡിൽ മത്സരിക്കുന്നവരെ ഒന്നും ആ പ്രദേശത്ത് തന്നെ അറിയുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഏതാണ്ട് ഒരു മേയർ സ്ഥാനാർത്ഥി പോലെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് പോലെയൊക്കെയുള്ള ഒരു ഗ്ലാമറിലേക്ക് വൈഷ്ണ ഇപ്പം വന്നു നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നേമത്ത് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നേമത്തെ പ്രശ്നം കോൺഗ്രസിൻ്റെ മെയിൻ നേതാക്കൾക്കാർക്കും നേമത്ത് മത്സരിക്കാൻ താല്പര്യമില്ല. നേമമെന്നല്ല, വട്ടിയൂർക്കാവിനും താല്പര്യമില്ല, കഴക്കൂട്ടത്തിനും താല്പര്യം കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം കോൺഗ്രസ് നേതാക്കൾ. അവിടെ വേറെ ആരെങ്കിലും പൊക്കോട്ടെ. മുരളീധരനെ ഇറക്കുമായിരിക്കുമല്ലേ? മുരളീധരൻ ഇനി പോവില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് ഇലക്ഷന് തന്നെ താല്പര്യമില്ല, ഒരു മൂഡില്ല എന്നാണ്. കാരണം മൂഡ് തിരുവനന്തപുരത്താണ് മത്സരിക്കുന്നതെങ്കിൽ മൂഡ് തെറ്റും. അതിനുള്ള ഒരു ട്രെൻഡാണ്. അതെനിക്കൊന്ന് മനസ്സിലാക്കി. കൃത്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ കാലുവാരും. അല്ലെങ്കിൽ തന്നെയും ത്രികോണ മത്സരം വരുമ്പോൾ BJP അവിടെ മേൽക്കോയ്മയിലെത്തും. എനിക്കൊന്ന് മുരളീധരൻ എവിടെ പോയി മത്സരിച്ചാലും BJP ഓടിച്ചിട്ട് തോപ്പിക്കാനായിട്ടുള്ള. അതെ, അദ്ദേഹം അങ്ങനെ ഒരു ചങ്കൂറ്റം കഴിഞ്ഞ തവണ കാണിച്ച് നേമത്ത് താമര വിരിയിക്കാത്തതുകൊണ്ടും CPM-ന് അനുകൂലമായി അദ്ദേഹം ആണ് സ്റ്റാൻഡ് എടുത്തതെന്നും ഒക്കെയുള്ള ഒരു ആക്ഷേപം നിൽക്കുന്നത് കൊണ്ട് BJP-യും മുരളീധരനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. മുരളീധരന് അത്തരത്തിൽ ഒരു ഭയവുമുണ്ട്. മുരളീധരനെ എവിടെ നിന്നാലും ടാർഗറ്റ് ചെയ്യണമെന്ന് BJP-ക്ക് ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഇത്രയ്ക്ക് ശക്തമായിട്ട് BJP വിരുദ്ധത മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പോലും പറയാറില്ല. അവരെവിടെ നിന്നാലും ഞങ്ങൾ പോയി തോൽപ്പിക്കുമെന്നോ, അല്ലെങ്കിൽ BJP-യുടെ ഏത് കോട്ടയിലും ഞങ്ങൾ വന്ന് അവരെ തോൽപ്പിക്കാൻ നിൽക്കുമെന്നൊന്നും വെല്ലുവിളിക്കുക ലീഗിൻ്റെ പോലും ഒരു രീതിയല്ല. പക്ഷേ അത് നിരന്തരമായി തുടർന്നത് മുരളീധരനാണ്. അപ്പം മുരളീധരനോട് അത്തരത്തിലൊരു പകയും അവർക്ക് നിലനിൽപ്പുണ്ട്. അതും ഒരു സത്യമാണ്. എന്തായാലും നേമത്തേക്ക് വലിയ വീരന്മാരാരും മത്സരിക്കാനില്ല. അത് ശിവൻകുട്ടിക്ക് ഏകദേശം ബോധ്യമായി. അതുകൊണ്ടാണ് ശിവൻകുട്ടി VD സതീശനെ വെല്ലുവിളിച്ചത്. ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അവിടെ വന്ന് നിൽക്കാൻ. അങ്ങനെ കഴിഞ്ഞ തവണ മുരളീധരൻ പിടിച്ച പോലെ ഒരു വലിയ വിഭാഗം വോട്ട് പിടിച്ചാൽ ഞാൻ 2 വാർഡിലെ ന്യൂനപക്ഷ വോട്ടുകൾ വെച്ച് ഇത്തവണയും ഒരു 3000-4000 വോട്ടിന് ജയിച്ചു പോകും എന്നുള്ളതാണ് ശിവൻകുട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വൈഷ്ണ സുരേഷിനെ ഒരു ചാവേറാക്കാനാണല്ലേ? അതെ, വൈഷ്ണ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കുഴപ്പമില്ല. കാരണം ആ ഇലക്ഷൻ നിലവിലൊരു കൗൺസിലർ സ്ഥാനമുണ്ട്. ജയിച്ചാൽ മാത്രമേ രാജിവെക്കേണ്ടൂ, തോറ്റാൽ രാജിവെക്കേണ്ട, തിരിച്ചു വന്ന് കൗൺസിലറായിട്ടിരിക്കാം. പിന്നെ രാജീവ് ചന്ദ്രശേഖരനോട് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേര് വീണ്ടും കേരളം ഒട്ടാകെ ഒന്ന് അറിയപ്പെടും. പ്രത്യേകിച്ച് നിയമം കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ വൈഷ്ണയെ ഇടിച്ചതാക്കാൻ ശ്രമിച്ചത് കൊണ്ട് മുട്ടടയിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. കേരളം ഒട്ടുക്ക് പ്രശസ്തമായി. ഇപ്പോൾ അതുകൊണ്ട് അതേ കാരണം കൊണ്ട് തന്നെ വീണ്ടും നേമത്ത് മത്സരിക്കാനൊരു ചാൻസ് കിട്ടിയാൽ ഒന്നുകൂടെ കേരളം ഒട്ടാകെ ഒന്ന്
പേരെടുക്കാൻ കഴിയും എന്നുള്ളത് വൈഷ്ണയ്ക്ക് ഗുണമാണ്. അത് ഒരു ചെറുപ്പക്കാരി രാഷ്ട്രീയ ഭാവി ഇനിയും ഒത്തിരി കിടക്കുന്ന ഒരാളിന് അത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ കരിയറിൽ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും. ഇതിപ്പോ നമുക്കൊരു ഏകദേശം അറിയാൻ കഴിഞ്ഞ കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ സുരേഷ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പലയിടത്തു നിന്ന് ലീക്ക് ചെയ്ത് കിട്ടുന്ന വാർത്തകളിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. ഇനിയിപ്പോ CPM-ൽ നിന്ന് ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വരുന്നു. അതെ, ശിവൻകുട്ടി മത്സരിക്കാൻ അങ്ങനെ സാധ്യത ഉണ്ടോ? ശിവൻകുട്ടി അങ്ങനെ കൊണ്ടിട്ട് ഒരു മത്സരിപ്പിച്ച് ഇനി ഒരു പരാജയം ഏറ്റുവാങ്ങാൻ ഉള്ള അവസരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലവിധ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്. മുമ്പത്തെ പോലെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സെക്കൻഡ് മാൻ ഇൻ ദ മിനിസ്ട്രി എന്നുള്ളൊരു പദവിയിൽ പോലെ അദ്ദേഹം നിൽക്കുകയാണ്. എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്ക് ശിവൻകുട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് മുമ്പ് റിയാസ് ആയിരുന്നു. അല്ല, റിയാസിന് പിന്നെ പല വിധത്തിൽ പലരും ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലായി. ഇപ്പോ ബേപ്പൂരിൽ തന്നെ അദ്ദേഹത്തിന് അൻവർ വന്നാൽ വൻ വെല്ലുവിളിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ വെല്ലുവിളിക്ക് തന്നെ കാരണം എന്തുകൊണ്ടാണ്? അത് പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ വെല്ലുവിളി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിയാസ്. ആ റിയാസിന് അത്തരത്തിലുള്ള വെല്ലുവിളി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിക്കൊടുത്തത്. അപ്പോൾ ആ റോളിൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ശിവൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ക്യാബിനറ്റിലെ രണ്ടാമൻ താനാണ് എന്നുള്ള രീതിയിലാണ്. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാറ്റസിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഒരു പരീക്ഷണത്തിന് നേമത്ത് ഇടാൻ ഇനി CPM തയ്യാറാകുമോ, അദ്ദേഹം തന്നെ അതിന് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷെ ശിവൻകുട്ടിക്ക് താഴെത്തട്ടില് നല്ല പിന്നെ ഒരു വേരോട്ടമുള്ള, തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇത്രയും വേരോട്ടമുള്ള ഒരു CPM ലീഡർ ഇല്ല. എടുത്തുചാടും, വെള്ളം വയ്ക്കും, ചിലപ്പം ചില വർത്തമാനമൊക്കെ ചിലപ്പം നാടൻ ശൈലിയിൽ ചില ആക്രോശത്തോടു കൂടിയൊക്കെ ആയിരിക്കുമെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കാണും. അല്ലെങ്കിൽ അത് അവിടെ നടക്കുന്ന സംഭവമായി താരതമ്യം ചെയ്തു പോകുന്നതായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പലപ്പോഴുള്ള. അല്ലാത്ത സമയങ്ങളിൽ, അതെ, അല്ലാത്ത സമയങ്ങളിലെല്ലാം വോട്ടർമാരെ കൂടെ നിർത്താനും വോട്ടർമാർക്ക് വേണ്ടി പലതും ചെയ്യാനും തൻ്റെ മുൻപിൽ വരുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്തി പോകാനും അപാരമായൊരു കഴിവ് ശിവൻകുട്ടിക്കുണ്ട്. അതാണ് അദ്ദേഹത്തിനെ പലപ്പോഴും മുന്നിൽ നിർത്താനായിട്ട്. ഈ ദേഷ്യവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഒരു ഇമേജ് കൊടുക്കാനുള്ള കാരണം ഇതാണ്. പലപ്പോഴും മുന്നിൽ വരുന്നവരോട് ന്യായമായ ആവശ്യങ്ങളുമായി മുന്നിൽ വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അനുകൂല നിലപാട്, ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ഒക്കെ നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന് വേറൊരു കാര്യം, പിന്നെ വേറൊരു വിഷനാണ് ഉള്ളത്. അല്ല, രാജീവ് ചന്ദ്രശേഖറിനെ ഇപ്പം നേമത്തെ തോൽപ്പിക്കുക ഏതാണ്ട് അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ കണ്ടതല്ലേ, ഏതാണ്ട് പിന്നെ അസംബ്ലി മണ്ഡലം വാർഡ് മുഴുവൻ തൂത്തുപെറുക്കി പിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ആ ഇമ്പോസിബിൾ ടാസ്ക് അദ്ദേഹം നേടിയത് ഞാൻ അവിടെ അടുത്ത തവണ മത്സരിക്കുമെന്ന് പറഞ്ഞതിനും കൂടെയാണ്. ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസവും കൂടെ അദ്ദേഹം കൊടുത്തു. നിങ്ങൾ ഇത്തവണ ഞങ്ങളെ ആൾക്കാരെ ജയിപ്പിക്കുക, അടുത്ത തവണ ഞാനാണ് വരുന്നത്, ഞാനും ഇത്രയും കൗൺസിലർമാരും കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട സേവനം നൽകും എന്ന ഒരു വാക്കാണ് അദ്ദേഹം കൊടുത്തത്. അതും കൂടെ ജനങ്ങൾ മുഖവിലക്കെടുത്താണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇത്തവണ നേമത്തൊരു താമര വിരിയുന്നത് തടയാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതിന് ആര് വന്നാലും. പക്ഷേ ആരും വരാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് വൈഷ്ണവയ്ക്ക് ഒരു പുഷ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ കിട്ടിയ ചാൻസ് വൈഷ്ണവ യൂസ് ചെയ്യുന്നതിനും അവർക്കും മടി ഉണ്ടാവാൻ വഴിയില്ല. കാരണം കേരളം ഒട്ടേക്ക് ഒന്നുകൂടെ അറിയപ്പെടുന്ന ഒരു യുവ നേതാവായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.